ഇന്നലത്തെ വീഡിയോയിൽ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് നിർവൃതി അറിഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അതിന്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോയ്ക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന കമന്റ് ആണ്, ഉള്ളിൽ വൈറ്റ് ഉള്ളതിനേക്കാളും ഉള്ളിൽ റെഡ് വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പം ഇനി എവിടെന്നെങ്കിലും ഉള്ളിൽ റെഡ് വരുന്നത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് ഫ്രൈഡ് റൈസും പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചതിനകത്ത് 2 ലെഗ് പീസ് ബാക്കിയുണ്ടായിരുന്നു. അത് ഫ്രൈയും ചെയ്യാൻ രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയാലും പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ആക്കാമല്ലോ. സാധാരണ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ക്യാരറ്റ് ബീൻസ് ഒക്കെ ഇട്ട് തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കൂട് വാങ്ങിച്ചു ഞങ്ങൾ. എന്നാൽ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പിന്നെ നല്ല മസാല തേച്ച് പിടിപ്പിച്ച ലെഗ് പീസസും കൂടി എയർ ഫ്രൈയിലിട്ട് വറുത്തങ്ങെടുത്തപ്പോഴത്തേക്കും ഷാഡപ്പടിന് ലഞ്ച് റെഡിയായി. പിന്നെ പണ്ട് 8 നില പൊട്ടിയ എങ്കിൽ ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ്റെ പഴയ ദേവദൂതം മൂവി കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ചു. ഞാൻ ഈ സിനിമ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടു